അപ്പോൾ കേരളത്തിൽ സത്യത്തിൽ സർക്കാരിൻ്റെ മുഖം വികൃതമായപ്പോൾ വികൃതമായ മുഖം തേച്ചു മിനുക്കാൻ വേണ്ടിയിട്ടുള്ള ഭീകരമായ PR എക്സസൈസ് സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെൻറ് നടത്തിയാലും ഇതൊന്നും ഈ സർക്കാരിനെ രക്ഷപ്പെടുത്താൻ തക്കവണ്ണമുള്ളതല്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന ജനവികാരമാണ്. ഇവിടെ ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇത് നന്നായിട്ട് അറിയാവുന്നവർ CPM-നും ഇടതുപക്ഷത്തിനുമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് CPM അവസാന അടവും കൂടെ പയറ്റുകയാണ്. CPM BJP ചങ്ങാത്തം പുതിയ കഥയല്ല കേരളത്തിൽ. അത് PMCയിൽ നമ്മൾ കണ്ടതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങളുള്ള നിലപാടിൽ നമ്മൾ കണ്ടതാണ്. ഒരു പാലവിട്ട ഒരു പ്രാവത്ത് മാത്രമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കുന്നുള്ളതുകൊണ്ട് ലാവ്ലിൻ കേസ് നീട്ടി വെക്കുമ്പോൾ നമ്മൾ കണ്ടതാണ്. കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണ പുരോഗതികൾ നമ്മൾ കണ്ടതാണ് കേരളത്തിൽ. പക്ഷേ ഇപ്പോൾ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, CPM-ൻ്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ് ഒന്ന് എടുത്തു നോക്കിയാൽ അതിലൊളിഞ്ഞിരിക്കുന്ന കാര്യം അവരുടെ അണികൾക്ക് പോലും വ്യക്തമാണ്. കേരളത്തിൽ UDF-നെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള CPM BJP ഡീൽ വ്യക്തമായിട്ടും ചില സീറ്റുകൾ പരസ്പരം വെച്ചുമാറാനും സഹായിക്കാനും വേണ്ടിയിട്ടില്ല കൃത്യമായ ഡീലാണ് അവർ നടത്തിയിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ ഇത് ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അവരുടെ രണ്ട് പാർട്ടികളുടെയും അണികൾ അവരിത് ആളിക്കളിയുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. കാരണം പാർട്ടി നേതൃത്വത്തിൻ്റെ രക്ഷകർക്ക് വേണ്ടിയിട്ട് നടത്തുന്ന ഇത്തരം ഡീലുകൾ അവരുടെ അണികൾക്ക് പോലും ഡൈജസ്റ്റ് ചെയ്യില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇത് മുൻപും അവർ പരീക്ഷിച്ചതാണ്, നമുക്കറിയാം. അത് പക്ഷേ എക്സ്പോസ് ചെയ്യപ്പെട്ടു സ്ഥാനാർത്ഥി നിർണയത്തിലൂടെ. ആ CPM BJP ഡീലും ഈ തെരഞ്ഞെടുപ്പിൽ പൊളിഞ്ഞ് പാളീസാകും എന്നുള്ളതിന് സംശയമില്ല. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ വേളകളിലും ഉയർത്തിപ്പിടിച്ച കാര്യം, സർക്കാരിൻ്റെ ജനവിരുദ്ധത ആവർത്തിച്ച് പറയുമ്പോഴും ഞങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് കൃത്യമായി ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതാണ് ജനങ്ങൾക്ക് താല്പര്യം കൂടുതൽ ഉണ്ടാവുക എന്ന് നമുക്കറിയാം. ഈ സർക്കാർ മാറണമെന്ന് പറയുമ്പോൾ വരുന്ന സർക്കാർ എന്താണ് ഓഫർ ചെയ്യുന്നത്, എന്തും മാറ്റമാണ്. ജനം മാറ്റം ആഗ്രഹിക്കുന്നു. ആ മാറുന്ന കേരളത്തെ എങ്ങനെയാണ് UDF ഷേപ്പ് ചെയ്യാൻ പോകുന്നത്? ഈ ചോദ്യത്തിന് ഞങ്ങൾ വളരെ കൂലങ്കുഷമായ ചർച്ച നടത്തിയിട്ട് ഞങ്ങളുടെ ഡീറ്റെയിൽ മാനിഫെസ്റ്റോ വരാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് അതിനു മുമ്പ് മാനിഫെസ്റ്റോ ഡീറ്റെയിൽസ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ എല്ലാ മേഖലകളിലും എല്ലാ സെക്ടറുകളിലും കേരളം ആവശ്യപ്പെടുന്ന, കേരളം അർഹിക്കുന്ന കൃത്യമായിട്ടുള്ള പദ്ധതികളും പരിപാടികളുമായി UDF മുന്നോട്ട് വരും.